ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ സഫാരിൻ്റെ കുറച്ച് ഫീഡ്ബാക്കുകൾ കാര്യങ്ങളാണ്. ഞാനിപ്പോൾ 2 വർഷമായി സഫാരി ഉപയോഗിക്കുന്നത്. ആദ്യം ലൊക്കേഷനെ കുറിച്ച് പറഞ്ഞുതരാം. ഇത് തിക്കോടി ബീച്ചാണ്, കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടിക്കും പയ്യവിളിക്കും ഇടയിൽ നിങ്ങൾക്ക് വരാൻ പറ്റിയ നല്ലൊരു ഡെസ്റ്റിനേഷൻ കൂടിയാണ്. വണ്ടി ഡ്രൈവ് ചെയ്യാൻ പറ്റും, ഡ്രൈവിംഗ് ബീച്ചാണ്. നല്ല ലോങ് അറ്റം വരെ പോകാൻ പറ്റും. ഇവിടെ നിന്ന് തുടങ്ങി നല്ല ലോങ് പോകാൻ പറ്റും. രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ വണ്ടികൾ വളരെ കുറവായിരിക്കും, വണ്ടി പഠിക്കാനൊക്കെ നല്ല സുഖമാണ്. അപ്പോൾ നമ്മളെ വണ്ടി കുറച്ച് ദിവസമായി ഞാൻ വീഡിയോയിലൊന്നും ഉൾപ്പെടുത്തിയിരുന്നില്ല. മെയിനായിട്ട് വണ്ടി കയ്യിലില്ലായിരുന്നു. ഏകദേശം 1.5-2 മാസത്തോളം വണ്ടി കയ്യിലില്ലായിരുന്നു. വണ്ടി കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വർക്ക്ഷോപ്പിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, അതിൻ്റെ എത്ര ചിലവായി, അതിൻ്റെ ഫീഡ്ബാക്ക്, നിങ്ങൾക്കും അതുപോലെ വർക്കുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൊടുക്കാം എന്നുള്ള രീതിയിലൊക്കെയുള്ള സജഷനും കൂടി ആയിട്ടാണ് ഈ വീഡിയോ. പോസിറ്റീവ് ഫീഡ്ബാക്കാണ്. വണ്ടീൻ്റെ ഓവറോൾ ലുക്കിൽ മാറ്റങ്ങളൊന്നുമില്ല. ആകെ മാറ്റം വന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ബേക്കിൽ കുറച്ച് ഹൈറ്റ് കൂടിയിട്ടുണ്ട്, വണ്ടിയിൽ നിന്ന് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല എന്താ പറയുക, പ്രോപ്പർ SUV ലുക്കായി എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ചൊന്ന് ഹൈറ്റ് കൂടി, ബേക്കും ഫ്രണ്ട് അധികം കൂട്ടിയിട്ടില്ല, പക്ഷേ ബാക്ക് കുറച്ച് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം എൻ്റെ വണ്ടീൻ്റെ ടയർ നിങ്ങൾക്ക് അറിയാം, കുറച്ചൊരു മാറ്റമുണ്ട് സ്റ്റോക്ക് സൈസിൽ നിന്ന്. അപ്പോൾ അത് കാരണം എനിക്ക് ഹെവി ലോഡ് അല്ലെങ്കിൽ ഫുൾ ആൾക്കാരൊക്കെ എടുത്ത് പോകുന്ന സമയത്ത് ഈ ടയർ RC കൊണ്ടുപോയി തട്ടും, കുഴിയിലൊക്കെ ഇറങ്ങുന്ന സമയത്ത്. നല്ല ആക്ഷൻ ഉണ്ട് വണ്ടിക്ക്. അപ്പോൾ അതുകൊണ്ട് ടോട്ടൽ എന്തൊക്കെ വർക്ക് എടുത്തതെന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മെയിനായിട്ട് സസ്പെൻഷൻ കിറ്റുകൾ മാറി, പിന്നെ ഫ്രണ്ടിലത്തെ ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്, ഞാൻ പറയാം അതിനെ പറ്റിയിട്ട്. അതുപോലെ പാച്ച് വർക്ക്, എൻജിൻ മൗണ്ട് ബുഷുകൾ, പിന്നെ ഫൗണ്ടേഷൻ ബുഷ്, ബേക്കിലത്തെ ബ്രേക്ക് ലൈനർ, ഹൗസിങ്ങിൻ്റെ വർക്ക്, ഡോർ ലോക്കുകൾ, അങ്ങനെ എല്ലാ ഏരിയയിലും തൊട്ടിട്ടുള്ള വർക്കാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ഏകദേശം ടോട്ടൽ കോസ്റ്റ് ആയത് 1 lakh ആയിട്ടുണ്ട്. വർക്ക്ഷോപ്പിൽ മാത്രം ബില്ല് എനിക്ക് 87,000 ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എത്ര പൈസ ഇങ്ങനെ ആയത് എന്നുള്ളതും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫുള്ള് കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ, പൈസ ഒക്കെ കൊടുക്കാൻ പെൻഡിങ് ആണ്. പക്ഷേ വണ്ടീൻ്റെ വർക്ക് അടിപൊളിയാണ്. ചെയ്ത വർക്ക് നല്ല നീറ്റാണ്. നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ അതിൻ്റെ ഫീലുണ്ട്. പിന്നെ വർക്കിലൊക്കെ പ്രൊഫഷണലിസം ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് എനിക്ക് വന്നിരിക്കുന്ന കൂടുതൽ ചിലവ് എന്ന് പറയുന്നത്, ഇതൊക്കെ നിങ്ങൾ വണ്ടി എടുക്കുമ്പോൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടതാണ്. ഏത് വണ്ടിയിലും വരാം. പാച്ച് വർക്കാണ് മെയിനായിട്ട് എനിക്ക് വന്നത്. 25,000 എനിക്ക് പാച്ച് വർക്കിന് മാത്രം വന്നിട്ടുണ്ട്. ഞാൻ മുമ്പൊരിക്കൽ ചെയ്തതാണ്, പലയിടത്തു നിന്നായിട്ട് പാച്ച് വർക്ക് ചെയ്തിട്ടൊന്നും എനിക്ക് സക്സസ് ആയിട്ടില്ല. അതിനൊക്കെയാണ് എനിക്ക് കോസ്റ്റ് ആയിരിക്കുന്നത് 25,000. എൻ്റെ ഏത് ഭാഗങ്ങളിലാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളും വളരെ കെയർ ചെയ്യണം വണ്ടി എടുക്കുന്ന സമയത്ത്. ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഈ ഒരു ഏരിയയിൽ പാച്ച് വർക്ക് പെൻഡിങ് ഉണ്ടെങ്കിൽ അതൊരു ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. ഒന്ന് ഡാഷ്ബോർഡ് അയക്കേണ്ടി വരും. ഫ്രണ്ടിലത്തെ ബോണറ്റിൻ്റെ ആ ഏരിയയിലൊക്കെ സാധനങ്ങൾ അയച്ചെടുത്താലേ ഇതിൻ്റെ ജോയിൻ്റ്, ഈ ഷെല്ലിൻ്റെ ജോയിൻ്റ് നിങ്ങൾക്ക് വെൽഡ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വണ്ടി എടുക്കുമ്പോൾ. തുരുമ്പുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മഴയത്ത് നമുക്ക് പോയി കഴിഞ്ഞാൽ വണ്ടിയിൽ ഉള്ളിൽ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ വിനൈൽ മാറ്റിനടിയിൽ സ്പോഞ്ച് മാറ്റ് ഉണ്ടാവും. ഈ വിനൈൽ മാറ്റ് എല്ലാവരും വിരിക്കില്ല, പക്ഷേ സ്പോഞ്ച് മാറ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ സ്പോഞ്ച് മാറ്റ് ഫുള്ള് നനഞ്ഞ് കിടക്കും. ഈ നനഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ ഈ ഫ്ലോറിൽ തുരുമ്പെടുത്ത് തുടങ്ങും. എല്ലാ ദിവസവും നമുക്കിതിങ്ങനെ പുതിർന്ന് കിടക്കുന്നത് ബുദ്ധിമുട്ടാണ്, ലാസ്റ്റ് സ്മെല്ലടിക്കും. അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പാച്ച് വർക്ക് പെൻഡിങ്ങുള്ള വണ്ടി ഒന്നിക്കിൻ്റെ എടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള കോസ്റ്റ് കുറക്കുക, അല്ലെങ്കിൽ പാച്ച് വർക്ക് ചെയ്ത വണ്ടി എടുക്കുക. റീടെസ്റ്റൊക്കെ കഴിഞ്ഞ് പാച്ച് വർക്കൊക്കെ കഴിഞ്ഞ് കുട്ടപ്പനായ വണ്ടിയൊക്കെ കിട്ടുകയാണെങ്കിൽ എടുക്കുക. അപ്പോൾ ഇതിൽ രണ്ടാമത് എനിക്ക് കോസ്റ്റ് ആയിരിക്കുന്നത് മെയിനായിട്ട് ഫ്രണ്ട് ഗ്ലാസ്സാണ്. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വണ്ടി തട്ടിയിരുന്നു. വണ്ടി ഒരു മേജർ തട്ടിലൊന്നുമല്ല, ഫ്രണ്ട് ഗ്ലാസ് പൊട്ടേണ്ട ഒരു തട്ടിലൊന്നുമല്ല, ജസ്റ്റ് ഒരു വണ്ടി ഫ്രണ്ടിൽ ഈ ഒരു സൈഡ് തന്നെയാണ്. അതായത് ഈ ഒരു ബീച്ചിൽ വന്ന സമയത്ത്, തിരിച്ചു പോകുന്ന സമയത്താണ് നമ്മൾ വണ്ടി തട്ടിയത്. ബീച്ച് റോഡിൽ നിന്ന് തന്നെ വളരെ കുറഞ്ഞ സ്പീഡ് പോകുന്ന സമയത്ത് തന്നെ തട്ടിയത്. അത് മുന്നിലൂടെ ഒരു കാർ പോകുന്നുണ്ടായിരുന്നു, ഒരു സെലാറിയോ. അപ്പോൾ ആ വണ്ടി ഡ്രൈവിങ് പഠിക്കുന്നതായിരുന്നു. ആ പുള്ളി ഒരു ഹമ്പ് ദൂരെ കാണുന്ന സമയത്ത് തന്നെ മുന്നേ കൂട്ടി ഒരൊറ്റ ചവിട്ട്, വണ്ടി പെട്ടെന്ന് ചവിട്ടി വണ്ടി അവിടെ നിന്നു, ഒരു കുറ്റി പോലെ.
അപ്പോൾ നമ്മൾ ഒരു ആവറേജ് സ്പീഡിലാണ്, നമ്മൾ ഹമ്പ് കുറച്ച് ദൂരെ ആയതുകൊണ്ട് അത് കണക്കാക്കിയിട്ടുള്ള സ്പീഡിലേ പോകുന്നുള്ളൂ. പെട്ടെന്ന് ഇയാൾ ചവിട്ടും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഇല്ലായിരുന്നു. ചവിട്ടി ബ്രേക്കുമ്പോൾ കാലെടുത്ത് വെക്കുമ്പോഴത്തേക്ക് തന്നെ വണ്ടി കൊണ്ടുപോയി തട്ടി. അപ്പോൾ ബ്രേക്ക് ചെയ്ത് ഞാൻ വെട്ടിച്ചിരുന്നു. പക്ഷേ വെട്ടിച്ചത് കാരണം ഈ സൈഡ് കൊണ്ടുപോയിട്ട് ആ വണ്ടീൻ്റെ റൈറ്റ് സൈഡ് ബാക്ക് തട്ടി. അതിൻ്റെ ടെയിൽ ലൈറ്റും ബമ്പറും ഫെൻഡറൊക്കെ ഒന്നായിട്ട് ചളുങ്ങിപ്പോയിരുന്നു. പക്ഷെ നമ്മളെ വണ്ടിയിലൊന്നും പറ്റിയിട്ടില്ല ഭാഗ്യത്തിന്. പക്ഷേ ഭാഗ്യം ഇവിടെ തുണച്ചില്ല. എൻ്റെ കൂടെ എൻ്റെ പെങ്ങളുണ്ടായിരുന്നു. ആ പെങ്ങൾ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലായിരുന്നു. മെയിനായിട്ട് ഹൈവേ മേലൊന്നും ഇറങ്ങിയിട്ടില്ല. നമ്മൾ ഈ ചെറിയ പോക്കറ്റ് റോഡിൽ കൂടെ ഇങ്ങനെ ഇറങ്ങി പോകുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ സീറ്റ് ബെൽറ്റ് ഇടാത്തത് കാരണം ഇവൾ എന്തോ സാധനം എടുക്കാൻ വേണ്ടിയിട്ട് കുനിഞ്ഞെടുക്കുകയോ അങ്ങനെ എന്തോ ചെയ്യുന്നതായിരിക്കാം. കാരണം അല്ലാതെ സീറ്റിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് തല അടിച്ചിട്ടാണ് ഈ എൻ്റെ ഗ്ലാസ് പൊട്ടിയത്. ഒന്നുകിൽ കുട്ടീനെ ഇങ്ങോട്ടേക്ക് സെറ്റാക്കി ഇരിക്കുകയോ അങ്ങനെ എന്തോ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ തല ഇനമേലെ കൊണ്ട് അടിച്ച് പിന്നെ നമ്മൾ ലാസ്റ്റാണ് ഈ ഗ്ലാസ് പൊട്ടിയത് കാണുന്നത്. ഗ്ലാസിൻ്റെ ചെറിയൊരു ചീന്ത് വന്നിരുന്നു തല തട്ടിയിട്ട്. പക്ഷെ തലക്കൊന്നും പറ്റിയില്ല. പിന്നീട് നമുക്കൊന്നും പരിക്കൊന്നും പറ്റിയില്ല. പക്ഷേ ആ ഗ്ലാസ് പൊട്ടിപ്പോയി. ഗ്ലാസ് പിന്നീട് അത് പൊട്ടി വന്ന് അത് മാറ്റേണ്ട ഒരവസ്ഥയും. അങ്ങനെ ഗ്ലാസ്സിന് ചിലവായത് 16,000 ആയിട്ടുണ്ട്. 12,000 റുപ്യ ഗ്ലാസ്സിന് തന്നെ വരുന്നുണ്ട്. അതിൻ്റെ ഗമ്മിന് നല്ല പൈസ വരുന്നുണ്ട്. 2-3 ഗമ്മ് ഓടിക്കണം. പിന്നെ ബീഡിങ് എല്ലാം ഒറിജിനൽ സാധനങ്ങളാണ്. ടാറ്റയുടെ തന്നെ ബ്രാൻഡ് സാധനമാണ് മേടിച്ചത്. അതുകൊണ്ടാണ് അത്ര റേറ്റ് ആയത്. ആഫ്റ്റർ മാർക്കറ്റ് ഗ്ലാസ്സിന് 8,000 റുപ്യ 7,000 റുപ്യ വരുന്നുള്ളൂ. ഫുള്ള് ഒട്ടിക്കാൻ തന്നെ അത്രയേ പൈസ വരുന്നുള്ളൂ. പിന്നെ സ്ക്രാപ്പ് എടുക്കുകയാണെങ്കിൽ തന്നെയും നിങ്ങൾക്ക് ആകെ 2,000-3,000 റുപ്യക്ക് ഗ്ലാസ് കിട്ടും. പക്ഷെ ഇത് നമ്മൾ ഫ്രണ്ട് ഗ്ലാസ് ആയതുകൊണ്ട് ഒരിക്കലും നമ്മൾ അതിൽ ചൂസ് ചെയ്തിട്ടില്ല. ഒറിജിനൽ തന്നെ മേടിക്കാൻ കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റും, അത്രയും പ്ലെയിനാണ്. ഒരു കലകളോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ രാത്രി കാലങ്ങളിൽ എതിരെ വരുന്ന വണ്ടീൻ്റെ ലൈറ്റ് നമുക്ക് നല്ല പ്രശ്നമാണ്. ഈ കലകളുണ്ടെങ്കിൽ ഈ കലയിൽ തട്ടിയിട്ട് ഈ ലൈറ്റ് നമുക്ക് കണ്ണിലേക്ക് അടിക്കും, നമുക്ക് കാണാൻ പറ്റില്ല. പ്രത്യേകിച്ച് മഴയുള്ള സമയത്തൊന്നും തീരെ കാണൂല. അപ്പോൾ അതുകൊണ്ടാണ് ഫ്രണ്ട് ഗ്ലാസ് നമ്മൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യരുത്. നല്ല പൈസ കൊടുത്തിട്ട് ഒറിജിനലിനെ മേടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതങ്ങനെ ആ ഗ്ലാസിൻ്റെ കോസ്റ്റിനൊക്കെയായി. പിന്നെ ഞാൻ വണ്ടി തട്ടിയതിന് ശേഷം എനിക്ക് അവർ പൈസ തരാമെന്നൊക്കെ പറഞ്ഞിരുന്നു. നമുക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ്. പിന്നെ പുള്ളി തരാമെന്ന് പറഞ്ഞു. പിന്നെ എനിക്കൊരു മടിയായതുകൊണ്ട് ഞാൻ പിന്നെ മേടിച്ചില്ല. അതുകൊണ്ട് ആ ഗ്ലാസ് ഞാൻ തന്നെ ചിലവാക്കി ചെയ്തത്. പുള്ളിൻ്റെ വണ്ടിക്ക് നല്ല രീതിയിൽ പറ്റിയിരുന്നു. അപ്പോൾ അതങ്ങനെ പോയി. അപ്പോൾ ടോട്ടൽ അത് പാച്ച് വർക്കും ഗ്ലാസ് അടക്കം എനിക്ക് 40,000 അവിടെ തന്നെയായി. പിന്നീട് വന്ന ചിലവ് എന്ന് പറയുന്നത് ഫ്രണ്ട് അന്നത്തെ തട്ടലിന് ശേഷം എൻ്റെ ചില റോഡുകളൊക്കെ ബെൻഡായി പോയിരുന്നു. അപ്പോൾ അതൊക്കെ റീപ്ലേസ് ചെയ്തു, ഒറിജിനൽ ഇട്ടു. ബാലൻസ് റോഡ് എന്നാണ് അതിന് പറയാം. പിന്നെ ബുഷുകൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തെല്ലാം പുതിയത് ഇട്ടിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് എനിക്ക് ബില്ല് നോക്കിയാലേ അറിയാൻ പറ്റൂ. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ ജോയിൻ സ്റ്റാർ അത് മാറിയിട്ടുണ്ട്. പിന്നെ നമ്മളെ ഹൗസിങ്ങിൻ്റെ ഫൗണ്ടേഷൻ ബുഷ്, ഹൗസിങ് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഒരു വൈബ്രേഷൻ ഉണ്ടായിരുന്നു, അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹൗസിങ് പണിതിട്ടുണ്ട്. പിന്നെ നമ്മളെ എൻജിൻ മൗണ്ട് ബുഷുകൾ 4 ബുഷുകൾ 6 തോന്നുന്നു, 4 ബുഷ് തന്നെ തോന്നുന്നു, അത് മാറിയിട്ടുണ്ട്. പിന്നെ വന്നത് വേറെ എന്തൊക്കെയാണ്, വേറെ നമ്മൾ ഡോർ ലോക്ക് സെറ്റ് ചിലത് മാറിയതുണ്ട്, ചില ഗ്ലാസ് വൈൻഡർ മാറിയതുണ്ട്. അതൊക്കെ ഞാൻ വാങ്ങിച്ചതുണ്ട്, ഓൺലൈൻ ഓർഡർ ചെയ്തത്. അതുകൊണ്ടാണ് എനിക്ക് 1 lakh ആയി ഞാൻ പറയാം. കാരണം എനിക്ക് ഈ ബേക്കത്ത് 2 ഷോക്ക്, ബ്രേക്ക് ലൈനർ, ഡോർ ലോക്ക് അങ്ങനെ ചില കാര്യങ്ങൾ ഞാൻ ഓർഡർ ചെയ്ത് മേടിച്ചതുണ്ട്, ഞാൻ വാങ്ങിയതുകൊണ്ട്. ഇതിൽ ആകെ എല്ലാ പാർട്സുകളും മേടിച്ചതിൽ ആകെ ഒരു സാധനം മാത്രമാണ് ഞാൻ ആഫ്റ്റർ മാർക്കറ്റ് വാങ്ങിയത്. അതാണ് എനിക്കിപ്പോഴും ബാഡ് ഫീഡ്ബാക്ക് ഉള്ളത്. അത് നമ്മളെ ബേക്കിലത്തെ ബ്രേക്ക് ലൈനറാണ്. അത് ഒറിജിനൽ ടാറ്റയുടെ കിട്ടാത്തത് കൊണ്ട് ഞാൻ റാണേ എന്ന് പറയുന്ന ബ്രാൻഡായിരുന്നു വാങ്ങിയത്. അപ്പോൾ അത് കാരണം എനിക്ക് ബ്രേക്കിലൊരു കോൺഫിഡൻസ് കിട്ടില്ല. അപ്പോൾ അത് നിങ്ങളോടും കൂടെ പറയുകയാണ്, ഒരിക്കലും നിങ്ങൾ ആഫ്റ്റർ മാർക്കറ്റ് മേടിച്ചിടരുത്. അത് എന്തായാലും ബാഡ് ഫീഡ്ബാക്ക് ആയിരിക്കും, ഒറിജിനലിൻ്റെ ക്വാളിറ്റി ഒരിക്കലും കിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എനിക്ക് അത്രയും കോസ്റ്റ് ആയിരിക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ വേറെ എന്തൊക്കെയാണ് വർക്ക് എടുത്തത്, അണ്ടർ ബോഡി കോട്ടിങ് മൊത്തം അടിച്ചിട്ടുണ്ട്, അതിലൊരു പൈസ ആയിട്ടുണ്ട്. പിന്നെ മൊത്തം കുറേ ചില്ലറ പണികൾ ഒരുപാട് എടുത്തിട്ടുണ്ട്. പിന്നെ ഡോറിൻ്റെ ലൈറ്റുകളും കാര്യങ്ങളൊന്നും കത്തുന്നില്ലായിരുന്നു. ഇൻറ്റീരിയറിലൊന്നും കാര്യമായി മാറ്റങ്ങളൊന്നുമില്ല, വണ്ടിയിൽ കാഴ്ചക്ക് മാറ്റങ്ങളൊന്നുമില്ല. മെയിനായിട്ട് നമ്മളെ പിന്നെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കംഫേർട്ടിലാണ് യാത്രയിൽ. കാരണം കാഴ്ചയിൽ നിങ്ങൾക്കൊന്നും കാണിച്ചു തരാൻ പറ്റില്ല.
എല്ലാം ഇൻറ്റീരിയറൊക്കെ ക്ലീൻ ചെയ്യാൻ പെൻഡിങ് ആണ്. ഇൻറ്റീരിയർ ക്ലീനിങ് ഒക്കെ വേണം. പിന്നെ മെയിനായിട്ട് ഡോറിൻ്റെ ലോക്കുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലൈറ്റൊന്നും കത്തുന്നില്ലായിരുന്നു, അതൊക്കെ റെഡിയാക്കി. ഈ ലൈറ്റ് കത്തുന്നുണ്ടായിരുന്നു, സോറി, ഇതിൻ്റെ ലൈറ്റൊന്നും കത്തുന്നില്ലായിരുന്നു, ഈ സെൻറ്റർ റോ സീറ്റിൻ്റെ. അപ്പോൾ അത് എൻ്റെ വയറിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ എക്സ്ട്രാ സ്വിച്ച് ഘടിപ്പിച്ച് തന്നു ഈ ലൈറ്റ് കത്തിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കിങ്ങനെ ആ സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ ഇത് കത്തൂല. അപ്പോൾ അത് ബോഡി ടച്ച് ചെയ്യുന്ന സമയത്ത് പുള്ളിൻ്റെ ഐഡിയ ആണ്, പുള്ളി അത് സെറ്റ് ചെയ്ത് തന്നു, ഞാൻ പറഞ്ഞിട്ടൊന്നുമല്ല, പുള്ളിൻ്റെ ഐഡിയയിൽ സെറ്റ് ചെയ്ത് തന്നു. അങ്ങനെ ഡോറിൻ്റെ ഒക്കെ ഒരു കുലുക്കങ്ങളൊക്കെ പോയി. മൊത്തം ഡോറൊക്കെ ഇങ്ങനെ ചലങ്ക പോലെ കുലുങ്ങായിരുന്നു, അതൊക്കെ പോയി. ഡോർ ബീഡിങ്ങൊക്കെ മാറിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ എടാടാ പൂച്ച വരുന്നു, മൂത്രമൊഴിക്കാനായിരിക്കും, സമ്മതിക്കൂല. അപ്പോൾ ആകെ ഒരു ഓവറോൾ ചിലപ്പോൾ നിങ്ങൾ പ്രീവിയസ് വീഡിയോയിലും കാണാത്തവർക്ക് ഈ ബുൾബാർ എക്സ്ട്രാ വന്നത് കാണാൻ പറ്റും. ഇത് റബ്ബർ ടൈപ്പാണ് കേട്ടോ, ഇത് അത്ര അൺസേഫ് അല്ല, ഇതൊരു സ്പോഞ്ച് ടൈപ്പ് ബുൾബാറാണ്. നമ്മളെ ഗ്രൂപ്പിലെ തന്നെയുള്ള ഞാനീ പറഞ്ഞ വണ്ടി വർക്ക്ഷോപ്പ് കൊടുത്ത ആനന്ദേട്ടൻ്റെ വണ്ടിയുടെ പ്രീവിയസ് വണ്ടിയുടെ ബുൾബാറാണ്. പ്രീവിയസ് അല്ല, ഇപ്പോൾ യൂസ് ചെയ്യുന്ന വണ്ടീനാണ്, സോറി. പുള്ളിക്ക് വേണ്ടാത്ത സമയത്ത് ഞാനെടുത്ത് യൂസ് ചെയ്തതാണ്. അപ്പോൾ അതാകെ ഒരു മാറ്റമുള്ളൂ ഫ്രണ്ടിൽ. അത് പോലീസൊന്നും പിടിക്കില്ലെന്ന് വിചാരിക്കുന്നത്. കാര്യം നമ്മൾ പല ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട്, RTOരോടൊക്കെ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അത് ഈ റബ്ബർ ടൈപ്പാണ്, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ശരി ഗൈസ്, പിന്നെ ഈ വീഡിയോയിൽ അത്രയാണ് ഞാൻ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ എൻ്റെ പിന്നെ വർക്ക് ചെയ്തതിലുള്ള ഒരു പോസിറ്റീവ് ഫീഡ്ബാക്കാണ്. ഞാൻ മുന്നേ അധികം വർക്ക് ചെയ്തിട്ട് എനിക്ക് 100% ഫീഡ്ബാക്ക് പറയാനില്ലായിരുന്നു. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് എനിക്കൊരു നല്ലൊരു ഫീഡ്ബാക്ക് പറയാനുള്ളത്. ഇതിൽ വളരെ മൈനസ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും അത് പരിഹരിക്കബിൾ ആണ്. കാര്യം പുള്ളി നമ്മളെ ഗ്രൂപ്പിലത്തെ മെമ്പർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു സ്വാതന്ത്ര്യമുണ്ട്, നമുക്കെന്തും പറയാം. അപ്പോൾ അതാണ്. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും വണ്ടിയൊക്കെ മെക്കാനിക്കൽ വർക്കൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം എടുത്ത് നോക്കുക, എന്തൊക്കെ പണിയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മെയിനായിട്ട് ചെയ്യേണ്ടി വരിക, അവിടെ പാർട്സിനൊരു ക്ഷാമമുണ്ട് കാസർഗോഡ് ആയതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ പാർട്സ് നിങ്ങൾ എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പമായിരിക്കും, പെട്ടെന്ന് പരിപാടി ചെയ്യും, അധികം ഡിലേ ഒന്നും ആവില്ല, പെട്ടെന്ന് അവർ വർക്ക് ചെയ്തു തരും. പുള്ളിക്ക് നല്ല ഐഡിയ ഉണ്ട് വർക്ക് ചെയ്യാനും. അതാണ് എൻ്റെ ഒരു ഫീഡ്ബാക്ക്. ഇപ്പോൾ നിങ്ങൾ പോയിട്ട് എവിടെ ഏത് വർക്ക്ഷോപ്പ് പോയാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിലാണ് കൊടുക്കുക, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കൊടുക്കുക. കാസർഗോഡ് ചെറുവത്തൂരാണ് സ്ഥലം. ഞാനതിൻ്റെ നമ്പറൊക്കെ കൊടുക്കാം, കോണ്ടാക്ട് നമ്പർ, ലൊക്കേഷൻ വേണമെങ്കിൽ അതും ഇടാം. അപ്പോൾ നമ്മളെ വീഡിയോസിൽ ഇനി വണ്ടി ഞാൻ ഇടയ്ക്ക് കൊണ്ടുവരാം ഇൻഷാ അല്ലാ. വണ്ടി ഇല്ലാത്തത് കാരണം ചെറിയൊരു മൂഡ് ഓഫ് ആയിരുന്നു. ഇപ്പോൾ വണ്ടീൻ്റെ ആ ഒരു റൈഡിങ് ഹൈറ്റൊക്കെ നല്ല സുഖമുണ്ട് വണ്ടി ഓടിക്കാൻ. ആ ഒരു കമാൻഡിങ് പൊസിഷനൊക്കെ ഒന്ന് മാറി, ഒന്ന് കാണാൻ പറ്റും. ആ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് അല്ലെങ്കിൽ ആ ടയർ ആർച്ചിൻ്റെ ഒരു ഹൈറ്റ് കൂടിയത് കാരണം വണ്ടി ഒരു ഉയർന്ന് നിൽക്കുന്നുണ്ട്. നമ്മൾ ആ ഫ്രണ്ട് സീറ്റിൽ തന്നെ ആ ഒരു മാറ്റം വരുന്നുണ്ട്, അത്രയും ഉയരം വരുന്നുണ്ട്. അപ്പോൾ ശരി ഗൈസ്, അപ്പോൾ ഇത് വണ്ടീൻ്റെ ടയറൊക്കെ മാറിയവർക്കൊക്കെ ചിലപ്പോൾ ഈ ഒരു ഹൈറ്റ് കൂട്ടേണ്ട ആവശ്യങ്ങളൊക്കെ വരും. അപ്പോൾ അവർക്കൊക്കെ വേണമെങ്കിൽ ഇവിടെ പോയിട്ട് ഇവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ മതി ഹൈറ്റ്. അപ്പോൾ ശരി, എനിക്ക് വേറെ എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല. ഞാൻ വേറെങ്കിലും വണ്ടീൻ്റെ ഉള്ളിൽ കയറി നിന്നിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ആലോചിച്ച് നോക്കട്ടെ. വണ്ടീൻ്റെ ഉള്ളിൽ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. AC ഒക്കെ ഇതിലൊക്കെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇതിൻ്റെ 3rd മാത്രമേ എനിക്ക് AC വർക്കാവുള്ളൂ. അപ്പോൾ അതൊന്ന് ഫിക്സ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഈ റെഗുലേറ്റർ സെറ്റ് മാറേണ്ടി വരും. പിന്നെ എനിക്കൊരു റിവേഴ്സ് ക്യാമറ സെറ്റ് ചെയ്യണം. അത് ഈ മിറർ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ കൊടുക്കുന്നതായിരിക്കും ചിലപ്പോൾ നല്ലത്. റിവേഴ്സ് ക്യാമറ ടച്ച് സ്ക്രീന് പ്ലാറ്റ്ഫോമിലൊരു നമ്മളെ 70 മാറ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്, അത് ചെയ്താലോ എന്നുണ്ട്. നല്ല പൈസയാണ്. അപ്പോൾ എനിക്ക് റീടെസ്റ്റിൻ്റെ മുന്നേ വണ്ടി ഒന്ന് ടച്ച് ആൻഡ് പോളിഷ് ചെയ്ത് സെറ്റാക്കേണ്ടതുണ്ട്. അടുത്ത വർഷം റീടെസ്റ്റാണ്. അപ്പോൾ അതൊക്കെ പണി പെൻഡിങ് ആണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മുന്നിൽ കണ്ടിട്ട് വേണം ഒരു സഫാരി എടുക്കാൻ. ടെസ്റ്റൊക്കെ പെൻഡിങ്ങുള്ള വണ്ടിയൊക്കെ ആണെങ്കിൽ പുറമേ കാണുന്ന ഒരു ഭംഗിയിൽ നിങ്ങൾക്ക് എടുത്തിങ്ങനെ പോരാൻ പറ്റൂല. ഇതൊക്കെ ചെക്ക് ചെയ്യണം. അങ്ങനെ പോന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് വരുന്ന പണികൾ നല്ല വിനയായി മാറും. അപ്പോൾ എല്ലാം ചെക്ക് ചെയ്യുക, മെക്കാനിക്കലിയും ബോഡി വർക്കിലും മൊത്തം സസ്പെൻഷൻ വർക്കിലൊക്കെ എല്ലാത്തിലും സഫാരിയിൽ പൈസ കയറും. പ്രത്യേകിച്ച് നിങ്ങൾക്ക് എല്ലായിടത്തും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയില്ല. നല്ല മെക്കാനിക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ചെയ്ത വർക്കൊക്കെ വീണ്ടും ചെയ്യേണ്ടി വരും, ലേബർ കോസ്റ്റൊക്കെ ഡബിൾ ആവും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നോക്കി വണ്ടി എടുക്കുക. അപ്പോൾ എനിക്ക് ഇത്രയും കോസ്റ്റ് ആയതുകൊണ്ട് ഞാനത് സത്യസന്ധമായിട്ട് പറയുന്നതാണ്. 2 വർഷമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതിനിടയ്ക്ക് തന്നെ എനിക്ക് ഏകദേശം 2 ലക്ഷത്തിൻ്റെ അടുത്ത് പൈസ ഇതിന് മേലെ കയറി. അപ്പോൾ അതുകൊണ്ട്
അത്രയും മെയിൻ്റനൻസ് ഒക്കെ ഇതിന് വരുന്നുണ്ട്. നമ്മൾ അത്രയും ചെയ്യുന്നതുകൊണ്ടാണ്. പിന്നെ ചെയ്യാതെ ഓടുന്നതാണെങ്കിലും ഓക്കെ, മെയിൻ്റനൻസ് ഒന്നും നോക്കാതെ വണ്ടി എവിടം വരെ പോകുന്ന നോക്കിയിട്ട് ഓടുന്നതാണെങ്കിൽ ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് പൈസ ഒന്നും വരില്ല. പക്ഷെ നമ്മളെന്ന് വെച്ചാൽ ഒരു പണി വരുന്ന സമയത്ത് സങ്കടമാണ്. വണ്ടി നീറ്റല്ലാതെ ഓടാൻ വളരെ ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ പണിയെടുപ്പിക്കും. അപ്പോൾ അതൊക്കെ കൊണ്ട് നല്ല റേറ്റ് ഇങ്ങനെ പോകും, നമ്മളെ സമ്പാദ്യം ഇങ്ങനെ കഴിയുമ്പോൾ തീരും. അപ്പോൾ അതുകൊണ്ട് സഫാരി എടുക്കുന്നവർ നല്ല രീതിയിൽ ഡബിൾ ചിന്തിച്ചിട്ട് വണ്ടി എടുക്കുക. നല്ലൊരു സൈറ്റാണ്. നിങ്ങൾക്ക് ഇവിടെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വന്ന് നോക്ക്. കോഴിക്കോട് തിക്കോടി ബീച്ച്. ഇത് കഴിഞ്ഞാൽ പിന്നെ മുഴപ്പിലങ്ങാടിയാണെന്ന് തോന്നുന്നു ആകെ ഡ്രൈവിംഗ് ബീച്ചുള്ളത്. മുഴപ്പിലങ്ങാടിയൊക്കെ എന്ന് വെച്ചാൽ നല്ല തിരക്കും അവിടെയൊക്കെ ചിലപ്പോൾ റെസ്ട്രിക്ഷൻസും ഉണ്ടാവും. വണ്ടി ഇറക്കാനും കാര്യങ്ങൾക്കൊക്കെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, നിങ്ങൾക്ക് വണ്ടി ഇറക്കാം. അത്യാവശ്യം നല്ല സ്പേസും ഉണ്ട്, അത്രയും ലോങ് ആയിട്ട് നിങ്ങൾക്ക് വണ്ടി ഓടിക്കാം. അപ്പോൾ ശരി, അടുത്ത വീഡിയോയിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.